Hello everyone, welcome to CS Learning Hub. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ, അതുപോലെ തന്നെ നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനെ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡറി മെമ്മറിയിലുള്ള പ്രോഗ്രാംസിനെയൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റാമിലേക്ക് സ്വാപ്പിൻ ചെയ്യും. അവിടെ നിന്നാണ് CPU ഓരോ പ്രോസസ്സുകളെയും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് റാമിലേക്ക് സ്വാപ്പിൻ ചെയ്യുമ്പോൾ ആ പ്രോസസ്സുകൾക്ക് മെമ്മറി റാമിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനും നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനും. ഓക്കെ, അപ്പോൾ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, കോണ്ടിഗ്യൂസ് ഫേഷനിലാണ് സീക്വൻഷ്യൽ ആയിട്ടാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വരികയാണെങ്കിൽ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. P1 എന്ന് പറഞ്ഞ പ്രോസസ്സിനെ എൻറ്റയർ ആയിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനിൽ. ഓക്കെ, അപ്പോൾ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷന് മെയിനായിട്ടും രണ്ട് അപ്രോച്ചസ് ആണുള്ളത്, ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ് ആൻഡ് വേരിയബിൾ സൈസ് പാർട്ടീഷനിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ് എന്ന് നോക്കാം. ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ്ങിനെ നമ്മൾ സ്റ്റാറ്റിക് പാർട്ടീഷനിങ് എന്നും പറയാറുണ്ട്. ഇൻ ദിസ് ടെക്നിക് മെയിൻ മെമ്മറി ഈസ് പ്രീ ഡിവൈഡഡ് ഇൻ ടു ഫിക്സഡ് സൈസ് പാർട്ടീഷൻ. അപ്പോൾ ഇതിൽ മെയിൻ മെമ്മറീനെ, അതായത് നമ്മുടെ പ്രൈമറി മെമ്മറീനെ നമ്മൾ ഫിക്സഡ് സൈസ് പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഫിക്സഡ് സൈസ് എന്നിവിടെ മീൻ ചെയ്യുന്നത് ഈക്വൽ സൈസ് പാർട്ടീഷൻ അല്ല. ഓരോ പാർട്ടീഷൻ്റെയും സൈസസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ സൈസിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്, ഈക്വൽ സൈസ് അല്ല. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ദ സൈസ് ഓഫ് ഈച്ച് പാർട്ടീഷൻ ഈസ് ഫിക്സഡ് ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. അപ്പോൾ ഓരോ പാർട്ടീഷൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് അതിൻ്റെ സൈസിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയാണ്. ഇവിടെ നോക്കിയേ, ഫിക്സഡ് പാർട്ടീഷൻ അനുസരിച്ചിട്ട് ഓരോ പാർട്ടീഷൻ, എത്ര പാർട്ടീഷൻസ് ഉണ്ട് ഇവിടെ, 1 3 4 പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ ഈ മെയിൻ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പാർട്ടീഷൻ്റെ സൈസ് നോക്കിയേ, 5 KB, 2 KB, 2 KB, 1 KB ഇങ്ങനെയാണ്. അതായത് സൈസ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമുക്ക് ഇതിൻ്റെ സൈസിനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോസസ്സിൻ്റെ സൈസിനനുസരിച്ച്, അറൈവ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോസസ്സുകൾ അറൈവ് ചെയ്യുന്നത് ഇപ്പോൾ ലാർജർ സൈസ് ആയിരിക്കാം, സ്മോളർ സൈസ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ പാർട്ടീഷനും നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് 4 KB ആണ് അറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസ് ഏതാണ്, 5 KBയിലാണ് ഈ പ്രോസസ്സിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിനെ 5 KBയിലേക്ക് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ സൈസ് എത്രയാണ്, 4 KB ഉള്ളൂ. പക്ഷേ ഇവിടെ 1 KB ഇവിടെ നമുക്ക് വേസ്റ്റ് ആയി പോവാണ്. ഇത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ് ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ്ങിൽ. ഇവിടെ 1 KB ഇൻറ്റേർണൽ മെമ്മറി നമുക്കിവിടെ വേസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നമുക്ക് ഈ റിമൈനിങ് സ്പേസിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ആയിട്ട് ഒരു മെമ്മറി വേസ്റ്റേജ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫിക്സഡ് സൈസ് പാർട്ടീഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് വേരിയബിൾ പാർട്ടീഷനിങ് നമുക്ക് നോക്കാം. വേരിയബിൾ പാർട്ടീഷനിങ്ങിനെ നമ്മൾ ഡൈനാമിക് പാർട്ടീഷനിങ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് പെർഫോംസ് ദി അലോക്കേഷൻ ഡൈനാമിക്കലി, ദർ ഈസ് നോ പ്രീഡിഫൈൻഡ് പാർട്ടീഷൻ. നമ്മൾ പറഞ്ഞു ഫിക്സഡ് സൈസ് പാർട്ടീഷനിൽ മെമ്മറീനെ നമ്മൾ ഫിക്സഡ് സൈസ് പാർട്ടീഷൻസ് ആയിട്ട്, അതായത് പ്രീഡിഫൈൻഡ് പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പ്രോസസ്സ് അറൈവ് ചെയ്യുമ്പോഴാണ് അലോക്കേഷൻ നടക്കുന്നത്. ഡൈനാമിക്കലിയാണ് ഇവിടെ അലോക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന പ്രോസസ്സിൻ്റെ സൈസും അറൈവ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ സൈസും മെമ്മറിയിലുള്ള ആ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത പാർട്ടീഷൻ്റെ സൈസും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 10 KB ഉള്ള ഒരു മെയിൻ മെമ്മറിയിൽ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ സൈസ് നോക്കിയാൽ 4 KB. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, P1നെ അലോക്കേറ്റ് ചെയ്യും. 4 KB ഡയറക്റ്റ്ലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി നമുക്ക് റിമൈനിങ് എത്രയുണ്ട്, 6 KB. അത് വേറൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അവിടെ റിമൈനിങ് സ്പേസ് ആയിട്ട് തന്നെ കിടക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു പ്രോസസ്സ്, ഇപ്പോൾ P2 എന്ന് പറഞ്ഞാൽ 3 KB ഉള്ള പ്രോസസ്സ് വരികയാണെങ്കിൽ നെക്സ്റ്റ് 3 KB അവിടെ അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രീ ഡിഫൈൻഡ് ആയിട്ട് മെമ്മറിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടില്ല, ഡൈനാമിക്കലിയാണ് ഇവിടെ ഡൈനാമിക് പാർട്ടീഷനിങ്ങിൽ
അലോക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ. മെയിനായിട്ടും 2 അപ്രോച്ചസ് ആണുള്ളത്, ഫിക്സഡ് സൈസ് പാർട്ടീഷനിങ്ങും അതുപോലെ തന്നെ ഡൈനാമിക് പാർട്ടീഷനിങ്ങും. ഫിക്സഡ് സൈസ് പാർട്ടീഷനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്മറീനെ ഓൾറെഡി പ്രീഡിഫൈൻഡ് പാർട്ടീഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഒക്കർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൈനാമിക് പാർട്ടീഷനിൽ അങ്ങനെയല്ല, ഡൈനാമിക്കലായിരിക്കും. അതായത് ഒരു പ്രോസസ്സ് അറൈവ് ചെയ്യുമ്പോഴായിരിക്കും അതിനെ ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ്സിൻ്റെ സൈസും പാർട്ടീഷൻ്റെ സൈസും എപ്പോഴും, അതിനെ അലോക്കേറ്റ് ചെയ്യുന്ന പാർട്ടീഷൻ്റെ സൈസും എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഇവിടെ ഒക്കർ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് അൽഗരിതംസ് ഉണ്ട്. അല്ലെങ്കിൽ അൽഗരിതംസ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് വരുമ്പോൾ ഏത് പാർട്ടീഷനാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഈ അൽഗരിതംസ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് അൽഗരിതംസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതുപോലെ തന്നെ നോൺ കോണ്ടിഗ്യൂസിൽ പേജിങ്ങും സെഗ്മെൻറ്റേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമുക്ക് അപ്കമിങ് വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.